അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ സുപരിചിതനും പ്രിയങ്കരനുമായ ഒരു ഉസ്താദാണ് യഥാർത്ഥത്തിൽ അൻസാരി സുഹരി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ വ്ളോഗുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല പഠനാർഹമായ, സത്യവിശ്വാസികൾക്ക് പ്രചോദനമേകുന്ന, സാധാ മനുഷ്യന്മാർക്ക് പോലും പ്രോത്സാഹനമേകുന്ന, അഥവാ അത്രമാത്രം കണ്ണിങ് ആയിട്ടുള്ള അനാവശ്യ കാര്യങ്ങളൊന്നും പറയാതെ സമൂഹത്തിന് ഗുണകരമാകുന്ന വാക്കുകളിൽ ഊന്നി സംസാരിക്കുന്ന, അഥവാ അക്ഷരങ്ങൾ പെറുക്കി വെച്ച് വരികൾക്കിടയിൽ സംസാരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അൻസാരി സുഹരി ഉസ്താദ്, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റീച്ചുണ്ട്, ആളുകളുണ്ട്. എൻ്റെ വാക്കുകൾക്കൊന്നും വേണമെങ്കിൽ റീച്ചുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും ഞാനും എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എന്താ പറയുക, ഒരു വലിയ എന്താ പറയുക, അതിന് എനിക്ക് വാക്കുകളില്ല. അപ്പോൾ അത്രമാത്രം ഒരു സൂര്യ തേജസ്സായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം സൈബർ ഇടങ്ങളിൽ, അഥവാ സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹത്തിൻ്റെ കരുത്തുള്ള വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പഠനാർഹമായ വാക്കുകൾ, അല്ലേ, ആളുകൾക്ക് പ്രചോദനമാണ്. അത്തരത്തിലുള്ള ആ വ്യക്തിയിൽ നിന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം കേട്ടപ്പോൾ ഞാനങ്ങനെ നെട്ടിപ്പോയി. അത് എന്താ നെട്ടാൻ കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നെട്ടിയത് വെറുതെ അല്ല, നെട്ടലിലൊരു അർത്ഥമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇന്ന് ഞാൻ കേട്ടത്, അദ്ദേഹം ഷിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അനാചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധമായിട്ട് വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുള്ള തിരുമേനി 7 മഹാപാപങ്ങളിൽ പെടുത്തിയിട്ടുള്ള ആ സംഭവത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നമുക്കൊക്കെ അറിയാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. സബുഹുൽ മൂബിക്കാത്ത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7 മഹാപാപങ്ങൾ എന്നാണ് അതിനർത്ഥം. അതിൽ ഒന്നാമത്തത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്. രണ്ടാമത്തത് അതിൽ പറയുന്ന ഓപ്ഷൻ മാരണം ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, മാരണം ചെയ്യുക എന്നത് മഹാപാപമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അപ്പം മാരണമുണ്ടല്ലോ. തീർച്ചയായിട്ടും മാരണമുണ്ട്. ആരാ ഇല്ല എന്ന് പറഞ്ഞത്? മാരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അഥവാ മാരണക്കാരനെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറയുക, ഫിർഔനിൻ്റെ കാലഘട്ടത്തിലെ മാരണക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പോൾ നബിതങ്ങളെക്കുറിച്ച് മാരണക്കാരൻ എന്ന് അവിടുത്തെ അറബികൾ പറഞ്ഞിട്ടുണ്ട്, മാരണം ബാധിച്ചിട്ടുണ്ട്. അതിന്ന് പറയുന്നത് മുസംഗികളും ക്രിസംഗികളും പറയുന്നത് പോലെ അവിടുത്തെ അറബികൾ നബിതങ്ങളെ നിന്ദിച്ചിരുന്നില്ല. മറിച്ച് മുഹമ്മദിന് എന്തോ ഒരു ഭ്രാന്ത് ബാധിച്ചു, അഥവാ മാരണം ബാധിച്ചിട്ടുണ്ട് എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഇന്ന് പറയുന്ന ഒരു അനാവശ്യങ്ങളും കള്ളങ്ങളും അവർ ചേർത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാനീ പറയുന്നത്, നബിതങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ, മാരണം ബാധിച്ചിട്ടുണ്ടോ എന്നതാണ് പിന്നെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സമൂഹമേ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് ഭ്രാന്ത് ബാധിക്കുകയില്ല, മജ്നൂനുകളല്ല. നോക്കണം, ഒമാ സാഹിബുക്കും ബി മജ്നൂൻ. നോക്കണം, മാ അന്ത ബി നിഹിമത്തി റബ്ബിക്ക ബി മജ്നൂൻ. നോക്കണം, മാ അന്ത ബി നിഹിമത്തി റബ്ബിക്ക മജ്നൂൻ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഭ്രാന്ത് ബാധിക്കുകയില്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ സത്യവിശ്വാസികളിൽ നിന്ന് പരമാവധി അള്ളാഹു അത്തരത്തിലുള്ള രോഗത്തെ കാക്കും. അമ്പിയാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവർക്ക് രോഗം തീരെ അത്തരത്തിലുള്ള മാനസിക വൈകൃതങ്ങൾ ചെറുതായിട്ട് പോലും ബാധിക്കില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് അങ്ങനെ ഒരു മാരണം ചെയ്താൽ ആ റസൂലിന് ഭ്രാന്തായി, അല്ലേ, അല്ലെങ്കിൽ തോന്നിയവാസമായി. അപ്പോൾ ഇന്ന് പറയുന്ന മുസംഗികളും ക്രിസംഗികളും ജബ്ബാറും ഒക്കെ പറഞ്ഞു പരത്തുന്നത് നമ്മൾ പറഞ്ഞാലോ, അമ്പിയാക്കന്മാർക്ക് മാരണം ബാധിച്ചാൽ, ഭ്രാന്തായാൽ, മനോരോഗമായാൽ, അല്ലേ, മനസ്സിന് ഒന്ന് സമ്മർദ്ദമേറിയാൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് എന്തു സംഭവിക്കും, എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു എന്നൊന്നും നമ്മൾക്ക് തിരിയില്ല, ഓർമ്മയുണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഒന്നിനും ശ്രദ്ധയുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വഹ്യ് വരുന്ന പ്രവാചകന് മാരണം ബാധിച്ചാൽ, മനോരോഗം ബാധിച്ചാൽ എന്തായിരിക്കും ആ സ്ഥിതി? ആലോചിച്ച് നോക്കൂ. പിന്നെ അവിടെ മുശ്രിക്കുകൾ പറഞ്ഞു പരത്തുകയും ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു പരത്തിയിട്ടുള്ള തികഞ്ഞും ഒരു വൾഗറായ കഥ മാത്രമാണത്. അല്ലാതെ അതിന് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് മാരണം ബാധിക്കില്ല, മനോരോഗം ബാധിക്കില്ല. മാത്രമല്ല, മാരണം എന്ന് പറയുന്നത് ആർക്കും ബാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ജ്യോത്സ്യനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ കേൾക്കൂ മൂമിനീങ്ങളെ, ജ്യോത്സ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയിട്ട് 500 ഉറുപ്പിക കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് സ്വന്തം സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്ന രീതി വല്ലാത്ത സങ്കടകരമാണ്. അവസാനം നന്നായി മരിക്കൂലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. ജ്യോത്സ്യൻ്റെ അടുക്കൽ പോയാൽ തന്നെ അവൻ്റെ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് അത് സുഹരി പറഞ്ഞു കൊടുത്തതുമില്ല. അപ്പോൾ ഈ ജ്യോത്സ്യൻ്റെ അടുക്കൽ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു
മാരണമോ മറ്റോ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ, അത് മുസ്ലിമായാലും മുശ്രിക്കായാലും ജൂതനായാലും ക്രിസ്ത്യനായാലും അവൾ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെ ന്യായീകരിക്കുന്നുണ്ട് മുസ്ലിമിൻ്റെ അടുക്കൽ പോവാന്ന്. മുസ്ലിമിന് ജ്യോത്സ്യമേ പറ്റില്ല. അപ്പോൾ ആ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കുഴിച്ചിടുകയും കോയിമുട്ടമ്മ പണിയെടുത്താൽ പിന്നെ ആളില്ലായ്മ ആയിപ്പെടും എന്നാണ് ഇവർ പറയുന്നത്. സ്വന്തം അയൽവാസി ഇയാളോടുള്ള അസൂയയുടെ ഫലമായിട്ട് കബറിൽ മാന്തിയിട്ട് 2 ചെറിയ കോലങ്ങൾ പാവക്കുട്ടി മാതിരിയുള്ള 2 കുഴിച്ചിട്ടു. അങ്ങനെ എന്തിനേറെ പറയണം, ഈ ആൾ മരണപ്പെട്ടു. ആ സംഭവം പിന്നീട് ഒരു CCTVയിൽ പതിഞ്ഞു. ആ CCTV ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്തിനേറെ പറയണം, അതെങ്ങനെയൊക്കെയോ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അറിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആകെ പ്രശ്നമായി അയൽവാസികളുമായിട്ട്. എന്താ കാര്യം ആലോചിച്ച് നോക്കൂ. എനിക്ക് മാരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൗതിക കോടതികൾ പോലും ഇത് സ്വീകരിക്കില്ല. അള്ളാഹുവിൻ്റെ അടുക്കലാവട്ടെ അത്തരത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഫലപ്രദമാണെങ്കിൽ മാരണമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. മാരണത്തെ ഞാൻ നിഷേധിച്ചാൽ ഞാൻ സബൂൽ മൂബിക്കാത്തിൽ റസൂലുള്ള പറഞ്ഞ 7 പാപങ്ങളിൽ ഒന്നിനെ നിഷേധിച്ചവനാണ്. അപ്പോൾ അതല്ല, മാരണമുണ്ട്. പക്ഷേ അന്നത്തെ ജാഹിലുകളായ ആളുകൾ അത് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബിക്ക് മാരണം ബാധിച്ചു എന്ന് അവർ പറഞ്ഞത്. അവർക്കത് ശീലമുള്ളതാണ്, അവർക്കത് പരിചയമുള്ളതാണ്. പക്ഷേ നബിതങ്ങൾക്ക് ചിലപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടാവാം, യാതൊരു സംശയവുമില്ല. പക്ഷേ നബിതങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനോ പോലും അത് ഫലിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരെ ഒക്കെ ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു 5-6 കോഴിമുട്ട ചിലവാക്കിയാൽ മതി, അല്ലെങ്കിൽ 3-4 തേങ്ങ ചിലവാക്കിയാൽ മതി. ആലോചിച്ച് നോക്കൂ. ഒന്നും ചെയ്യേണ്ട. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. എന്തിനാണ് യുദ്ധം? മോഡിക്ക് പാകിസ്ഥാനെതിരെ ഒരു 5-6 തേങ്ങമ്മ പണിയെടുത്ത് അതിവിദഗ്ധന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ ഇന്ന് കിട്ടും. ഏത് മതത്തിൽ നിന്നും കിട്ടും അല്ലേ? എല്ലാം അറിയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വെച്ച് കുറച്ച് മുട്ടമ്മ പണിയെടുത്തു, അല്ലെങ്കിൽ തന്ത്രപൂർവ്വം അവിടെ പണിയെടുത്തു. അതൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം എന്താണുള്ളത് നോക്ക്. അപ്പോൾ എല്ലാവരെയും എതിരാളികളെ മുഴുവനും ഇല്ലാതാക്കണമെന്ന ഒരു മുറാദ് അല്ലെങ്കിൽ ഒരു ഉദ്ദേശം നടപ്പാവാൻ ഈ സിഹർ സാധ്യമാകും എങ്കിൽ പിന്നെ ഇവിടെ എന്ത് വേണ്ട, ഒരു പാട്രിയറ്റ് മിസൈലും വേണ്ട, ഒരു ബോംബും വേണ്ട, മറ്റൊരു ആയുധങ്ങളും ആവശ്യം. എല്ലാ ആയുധങ്ങളെയും നിർവീര്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മുട്ട ബോംബുകൾ, കോഴിമുട്ട ബോംബുകൾ, പൊളിച്ച തേങ്ങാ ബോംബുകൾ ഒക്കെ കടന്നു ചെല്ലുന്നതെങ്കിൽ എന്തിനാണ് ഇവരുടെ ആയുധം ഇടപാട് തന്നെ ലോകത്ത് നടക്കുന്നത്? ഈ മുട്ട ഇടപാടല്ലേ നടക്കേണ്ടത്? നോക്കൂ. അപ്പോൾ വെറും വെഡ്ഡിത്തരം. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് അൻസാരി സോരി ഉസ്താദിനോടാണ്. അൻസാരി ഉസ്താദിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരോടാണ്. ഇവർ തികച്ചും മനുഷ്യനെ നാശത്തിലേക്കും കുഫരിയത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും തള്ളുന്നു. നമ്മളെപ്പോഴും പരിശുദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം പറയുന്ന ഒരു വാക്കുണ്ട്, കുല്ല മുഹ്ദസത്തിൻ ബിദ്അ കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ. അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതര വിഭാഗങ്ങൾ എങ്ങനെയാണോ റസൂലുള്ള പറഞ്ഞതുപോലെ ചാണോട് ചാണും മുഴത്തോട് മുഴവുമായി എൻ്റെ കൗമ് ഇതര വിഭാഗങ്ങളോട് അടുക്കും. നമ്മൾക്ക് ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും ഒക്കെ പറയുന്ന വിശ്വസിക്കുന്ന ഈ അന്ധവിശ്വാസം വിശ്വാസികൾക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ചാണോട് ചാണ് നമ്മളും അടുത്തില്ലേ? മാത്രമല്ല ഇത്തരത്തിൽ എൻ്റെ ബിസിനസ്സിൻ്റെ വർധനവ് കിട്ടാൻ പിന്നെ എന്തിനാണ് നിങ്ങൾ ദിക്റുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോ മുസ്ലിയാരുടെയും ഉസ്താദുമാരുടെയും കണക്ക് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത്ര ദിക്റെടുത്താൽ നിങ്ങൾക്ക് കടമുണ്ടാവില്ല, ഇത്ര സലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ ആകെ എന്താവും വറ്റാത്ത ഉയരത്തിൽ വരും. ഇതൊക്കെ പലതും പറഞ്ഞ് പറ്റിക്കുകയാണ് ആളുകളെ. അപ്പോൾ അത്തരത്തിൽ അൻസാരി സോരി ഉസ്താദെ, നിങ്ങൾ ആളുകളെ വഞ്ചിക്കുന്ന വാക്കുകൾ പറയരുത്. നിങ്ങൾ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അതുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സമൂഹത്തിന് ഗുണകരവും ഗുണപാഠവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഉസ്താദെ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഉസ്താദ് എന്ന് ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നത്. ജനങ്ങളെ കൺഫ്യൂഷനാക്കുന്ന അഥവാ ഒട്ടനേകം വസുവാസാക്കുന്ന പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാം അല്ലാഹു ഹിദായത്തും നിർമാർഗവും നൽകി അവസാനം നന്നാക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹുദവാനാനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.